അയ്യോ ഹലോ. അപ്പോൾ സമയം 4 മണി കഴിഞ്ഞു. ഇന്ന് ആദ്യത്തെ നോമ്പാണ്. അപ്പോൾ കിച്ചണിലോട്ട് പോകാം. കിച്ചൺ എന്താ പറയുക, പകൽ സമയത്ത് നോമ്പ് കാലത്ത് കിച്ചൺ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷെ രാത്രി നേരെ ഉൾട്ടിയായിരിക്കും. അപ്പോൾ എന്തായാലും പണികളൊക്കെ തുടങ്ങാം. അപ്പോൾ ഇന്ന് ആദ്യത്തെ നോമ്പായതുകൊണ്ട് എന്തെങ്കിലും ചെറിയ സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെയിൻ ഫുഡ് എന്തായാലും പുറത്ത് പോയി കഴിക്കാമെന്ന് പറഞ്ഞ്, അപ്പോൾ അതെന്തായാലും ഉണ്ടാക്കണ്ട. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള ആ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് കുറച്ച് ബട്ടറൊക്കെ ചൂടാക്കിയിട്ട് ഞാൻ മസാല ആക്കി വെച്ച ചിക്കൻ അതിലോട്ട് ഇട്ടിട്ട് ഒന്ന് എന്താ പറയുക ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ. അപ്പോൾ ഇനി നോമ്പിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡേറ്റ്സാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് കഴുകി സെറ്റാക്കാം. അപ്പോൾ അതെല്ലാം കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുക്കുംബർ. ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ അതും കട്ട് ചെയ്തിട്ട് അതും എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പും റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് മധുരക്കിഴങ്ങാണ്. അപ്പോൾ ഇത് ഒന്ന് മതിയാവും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളമാണ്. അപ്പോൾ നമുക്ക് ഇതും ഒന്ന് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല, എന്തായാലും ആവി കയറ്റേണ്ടി വരും. അപ്പോൾ അതിന് തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്യട്ടെ. ആവിത്തട്ടിൽ വേവിച്ചെടുക്കും. അപ്പോൾ ഇത് ചിക്കനിലേക്കുള്ള ആ ഒരു മസാല എന്ന് പറയാൻ പറ്റില്ല, ഫില്ലിങ്സ് സെറ്റാക്കി എടുക്കുകയാണ്. കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, യെല്ലോ, റെഡ്, ഗ്രീന്, പിന്നെ കുറച്ച് ടൊമാറ്റോ, ക്യാരറ്റ്, സബോള. അപ്പോൾ ഇതെല്ലാം കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ചിക്കനൊന്ന് സെറ്റാവണം, ടൈം എടുക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് ബ്രെഡ് എടുക്കുകയാണ്. ബ്രൗൺ ബ്രെഡാണ്. അപ്പോൾ ഞാൻ കുറച്ച് റവ വറുത്തെടുക്കുകയാണ്. അതുകൊണ്ട് ഞാൻ വേഗം ചടപടി തന്നെ സംഭവങ്ങൾ ചെയ്യാം കേട്ടോ. ഇത് ഇനി ഫോണും പിടിച്ച് മെല്ലെ ചെയ്യാം, എന്നാലും ഒന്നും ആവില്ല. അപ്പോൾ ടൈമിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ നാളികേരപ്പാലൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഇത് എന്താ സംഭവം എന്ന് ഉണ്ടാക്കി കഴിയുമ്പോൾ കാണാം. ഓക്കെ. റവ കാച്ചിയതാണ് മുറിക്കാവുന്നേ ഉള്ളൂ, എന്നാലും ഇതിലൊരു ചെറിയ സ്പെഷ്യൽ ഉണ്ട്. അപ്പോൾ അത് വഴിയെ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഇതാണ് സ്പെഷ്യലൊന്നുമല്ല, ശർക്കരയാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു രീതിയിലാണ് ശർക്കരയൊക്കെ ഇട്ടിട്ടാണ് വയ്ക്കുക. സംഭവം റെഡിയായിട്ടുണ്ട്. അതൊന്ന് സെറ്റായി വരുമ്പോൾ കറിയാം. ഓക്കെ. ചിക്കൻ ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ജസ്റ്റ് കൈ കൊണ്ടൊക്കെ ഒന്ന് ചെറുതാക്കുകയാണ്. കുറച്ച് ചീസ് വരട്ടി കഴിഞ്ഞാൽ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവും. ക്രീം ചീസാണ്. പിന്നെ ഫില്ലിങ്സ് വയ്ക്കുക, അത്രയേ ഉള്ളൂ. വേറൊരു ബ്രെഡ് എടുത്ത് ഒന്നും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അപ്പോൾ ഇതാ ഇതേപോലെ
അപ്പോൾ നമ്മുടെ ഐറ്റം റെഡി ആയിട്ടില്ല, ഒന്നും കൂടി ആവാനുണ്ട്. അപ്പോൾ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വയ്ക്കട്ടെ. ഇത് വിംറ്റോ എന്നാണ് സംഭവമാണ്. ഞങ്ങൾ നോമ്പ് കാലത്തൊക്കെ വാങ്ങി കുടിക്കാറുള്ളതാണ്. ഷുഗർ ഫ്രീ ഉണ്ട്, ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളതുണ്ട്. അപ്പോൾ ഞങ്ങൾ ഷുഗർ ഫ്രീ ആണ് വാങ്ങിയിട്ടുള്ളത്. ഇവിടെ അറബികളൊക്കെ കഴിക്കുന്നു എന്ന് പറയുന്നു, അറിയില്ല. എന്താ പറയുക, കുറച്ച് ഫ്രൂട്ട്സും എന്താ പറയുക മറ്റേ ബെറീസൊക്കെ അതിൻ്റെയൊക്കെ ആ ഒരു മിക്സ് എന്ന് പറയുന്നു. ടേസ്റ്റ് പലർക്കും ചിലർക്ക് ഇഷ്ടാവില്ല. ഞങ്ങൾക്ക് കഴിക്കാൻ കുഴപ്പമില്ല, കഴിക്കുന്നു, നല്ലതാണല്ലോ എന്ന് വിചാരിച്ച് കഴിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ എന്താ പറയുക, അത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് ഒഴിച്ചിട്ട് പിന്നെ വെള്ളം കൂടി മിക്സ് ചെയ്യുന്നതാണ്. നമ്മുടെ റവ ഇവിടെ ശരിയായിട്ടുണ്ട്. കണ്ടില്ലേ, ഞങ്ങൾ റവ ഇങ്ങനെയാണ്. ഇതേ രീതിയിൽ റവ ആരെങ്കിലും ഉണ്ടാക്കാറുണ്ടോ? പായസം മോഡലായി. അപ്പോൾ കുറച്ച് ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ് ആ ഒരു എന്താ പറയുക ഐറ്റം ഒന്ന് എന്താ പറയുക അത് മുരിച്ചെടുക്കുന്ന അറിയില്ലേ, കുറച്ച് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോഴാണ് അത് ടേസ്റ്റ് കഴിക്കുമ്പോൾ ചെറു ചൂട്ടോടെ കഴിക്കണം. അത് കുറച്ച് ബട്ടറിലാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നോമ്പ് തുറക്കാൻ അധികം സമയമില്ല. ഇതൊക്കെ മേശപ്പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ക്ലീനിങ് ബാക്കിയുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ. ചിക്കൻ എന്താ പറഞ്ഞ പോയി അത് കൊണ്ടുപോയിട്ട് അടുത്ത ഇതാണ് സംഭവം. എടുക്ക്